ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കണം. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്നത്തെ അതിഥി കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം PM മാത്യു ആണ്. PM മാത്യു, ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. അടുത്തിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പാലായിൽ മുഖ്യമന്ത്രി എത്തുകയും പാലായിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ചാഴികാടൻ, നിങ്ങളുടെ നേതാവ്, വളരെ സവിസ്തരം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇതൊന്നുമല്ല ഈ പരിപാടിയുടെ കാര്യപരിപാടി, പരിധി വിട്ടു എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് കേരള കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? എന്താണ് അവിടെ ചാഴികാടനെ അപമാനിക്കുന്നൊരു സ്ഥിതി ഉണ്ടായോ? അത് അല്ലെങ്കിൽ ചാഴികാടനെ അപമാനിക്കുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ അപമാനിക്കുന്ന ആണല്ലോ. അത്തരത്തിലൊരു പ്രശ്നം അവിടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരള കോൺഗ്രസിന്റെ ലോകസഭയിലെ അംഗമാണ്. അത് കോട്ടയം പാർലമെന്റിൽപ്പെട്ട ഏറ്റവും പ്രധാന നിയോജക മണ്ഡലമാണ്. KM മാണി സാറിന്റെ ജന്മസ്ഥലമായ പാല. ആ പാലായിൽ നടന്ന നവകേരള സദസ്സിൽ അതിന്റെ അധ്യക്ഷൻ ജോസ് കെ മാണി MP ആയിരുന്നു. സ്വാഗതം പറഞ്ഞിരുന്നത് ശ്രീ തോമസ് ചാഴികാടൻ MP ആണ്. അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടിയും ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗത പ്രസംഗത്തിൽ MP എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വിശാലമായൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഒന്ന്, പാലായെയും കേരളത്തിലെ മുഴുവൻ കാർഷിക മേഖലയും പ്രതികരിച്ച് ഒരു പ്രധാന നാണ്യവിളയായ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കാർഷിക വിളയായി അംഗീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നം. 2, ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ ചെല്ലുന്ന ചേർപ്പങ്കൽ മാർസിവ പുരന പള്ളിയിലേക്കുള്ള ഒരു പാലത്തിന്റെ അവസ്ഥ. അനേക നാളുകളായി അത് പൂർത്തീകരിക്കേണ്ട കാര്യം. 3, ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ വാർത്തെടുത്ത അൽഫോൺസ കോളേജും പാലാ സെന്റ് തോമസ് കോളേജും ഉൾപ്പെട്ട ആ സെൻട്രൽ മുനിസിപ്പൽ സ്റ്റേഡിയം പൂർണ്ണമായി നവീകരിക്കേണ്ട ആവശ്യം. ഇത് 3 കാര്യങ്ങൾ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും കൂടെ ഒന്നിച്ചെന്ന സദസ്സിൽ വളരെ വിനയത്തോടുകൂടി ആണ് ചാഴികാടൻ അവതരിപ്പിച്ചത്. അദ്ദേഹം അത് അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജനങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോഴത് പറഞ്ഞില്ല എങ്കിൽ ഒരു MP പിന്നെ അതിനകത്ത് എന്തിനു പങ്കെടുക്കണമെന്ന ഒരു സ്ഥിതി വരും. അദ്ദേഹം വളരെ മാന്യമായത് പറഞ്ഞു. പക്ഷേ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കട്ട് ചെയ്യിക്കാനായി നിർദ്ദേശം വന്നു.
അദ്ദേഹം പെട്ടെന്ന് പ്രസംഗം നടത്തി. അതിനുശേഷം അതിനെ വിമർശിച്ചുകൊണ്ട് ആ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, അദ്ദേഹത്തിന് ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും മനസ്സിലായി പോകുന്നില്ല. ഇതൊന്നുമല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ നിവേദനം മേടിക്കാൻ വന്നതല്ല ഞങ്ങള്. പരാതികളും നിവേദനങ്ങളും ഉണ്ടാകും, ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയ വലിയൊരു വിഭാഗം ജനങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന്റെ അനുഭാവികളും പ്രവർത്തകരുമായിരുന്നു, റബ്ബർ കർഷകരായിരുന്നു. അപ്പൊ ആ സമ്മേളനം നടക്കുന്ന വേദിയുടെ ഏതാനും മീറ്ററുകൾക്ക് അകലെയാണ് കേരള കോൺഗ്രസിന്റെ ആദരണീയനായ നേതാവ് വൺമറഞ്ഞ KM മാണി സാറിന്റെ ശവകുടീരം നിലകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ഭവനം നിലകൊള്ളുന്ന അവിടെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ അത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം അപമാനിക്കപ്പെട്ടത് കേരള കോൺഗ്രസിന്റെ അണികളിലും നേതൃനിരയിലും വലിയ ഒരു മുറിവുണ്ടാക്കി. അത് അവഹേളനമായി തോമസ് ചാഴികാടനോടല്ല, കേരള കോൺഗ്രസ് പാർട്ടിയോടും തൊട്ടടുത്ത് 3 വർഷം മുമ്പ് മൺമറഞ്ഞ KM മാണി സാറിന്റെ ആത്മാവിനോടും അതോടൊപ്പം കേരളത്തിലെ കർഷകരോടും ചെയ്ത ഒരു അവഹേളനമായി അത് തോന്നി. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് കേരള കോൺഗ്രസിന്റെ വിവിധ തുറകളിലുള്ള ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഒക്കെ ഉണ്ടായത്. അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസംഗം നടത്തിയെങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു തിരുത്തൽ മുഖ്യമന്ത്രി ഉണ്ടായില്ല. തിരുത്തണമെന്ന് ആരും പറഞ്ഞുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കേരളത്തിലെ പ്രമുഖമായ ചാനലുകളും പത്രമാധ്യമങ്ങളുടെ പ്രതികളുമൊക്കെ എന്നെ സമീപിച്ച് എന്താണ് ഇതിന്റെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ അത് പൂർണ്ണമായും പാർട്ടിക്കേറ്റ ഒരു മുറിവാണ്. ഒരു പാർട്ടിയുടെ പ്രവർത്തകരും അതിന്റെ നേതാക്കളും അപമാനിക്കപ്പെട്ടാൽ അതിന് പ്രതികരണമില്ലാതെ പോയാൽ തീർച്ചയായും ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ പ്രതികരണം വേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. അതായത് ഈ റോഷി അഗസ്റ്റിൻ ആണല്ലോ ഈ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിലുള്ളത്. മുഖ്യമന്ത്രിക്ക് അപ്പോഴൊപ്പം സന്തത സഹചാരിയായിട്ട് റോഷി അഗസ്റ്റിനുണ്ട്. ഈ പ്രസ്താവനയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ അദ്ദേഹം വലിയ കാര്യമായി ഒന്നും വിമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതത്ര വലിയ പ്രശ്നമാക്കേണ്ട ഒരു കാര്യമല്ല, ഇങ്ങനെ താങ്കൾക്ക് തോന്നിയതുപോലെ കേരള കോൺഗ്രസിനെ അപമാനിച്ചു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം പറയുന്നത് അത് കുഴപ്പമില്ലായിരുന്നു. തോമസ് ചാഴിക്കാടൻ MP പറഞ്ഞതും കുഴപ്പമില്ല, മുഖ്യമന്ത്രി പറഞ്ഞതും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ രണ്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആർക്കും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു സാധാരണ പ്രസ്താവനയാക്കിയത് മാറ്റി. പക്ഷേ താങ്കളുടെ പ്രസ്താവന പാർട്ടിയിൽ നിന്ന് ഉയർന്നപ്പോൾ മൂന്നാമതൊരു അഭിപ്രായം കൂടി ഉണ്ട് എന്നതൊരു രീതിയിൽ വന്നു. അതേസമയം ചെയർമാൻ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായം പറയുകയും ചെയ്തിട്ടില്ല. അതായത് റോഷി അഗസ്റ്റിനാണെങ്കിലും ആരാണെങ്കിലും അദ്ദേഹം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്, ആ മന്ത്രിയാണ്. ആ സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടുക്കി പോലുള്ള ഏറ്റവും വലിയൊരു കാർഷിക മേഖലയിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങളുടെ മേഖലയിൽ പ്രതികരിക്കുന്ന ആളുകൂടിയാണ്. അപ്പോൾ അത് നിസ്സാരമായി എടുത്തു എന്നുള്ളത് പാർട്ടിയുടെ ആര് നിസ്സാരമായി എടുത്താൽ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടില്ല, പക്ഷെ എന്നോട് സംസാരിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും കൃഷിക്കാരും പറഞ്ഞത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് തന്നെയാണ്. ഒരു പാർട്ടി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ അതാത് സമയത്ത് കൃത്യമായി പ്രതികരിച്ചില്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തകരിൽ മുറിവുണ്ടാക്കും, അത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് പാർട്ടി ഒന്നുകിൽ അത് അടിയന്തരമായി പാർട്ടി ചെയർമാനോ തിരുത്തണമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിയോ തിരുത്തണമായിരുന്നു, അതല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്തി തിരുത്തണമായിരുന്നു, അല്ലെങ്കിൽ സ്വയം അത് ബോധ്യപ്പെട്ട മുഖ്യമന്ത്രി തിരുത്തണമായിരുന്നു. ഏതായാലും കേരള കോൺഗ്രസിന്റെ 2 MP-മാരും 5 MLA-മാരും ഉള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയിലെ അണികളിലേക്ക് ആഴത്തിലുണ്ടായ മുറിവ് ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം 57 കൊല്ലമായി. കേരള കോൺഗ്രസിന്റെ
എല്ലാ പ്രതിസന്ധികളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാർഷിക മേഖലയിൽ ഊന്നി തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചത്. കെ എം മാണി സാർ അവതരിപ്പിച്ച 13 ബഡ്ജറ്റുകളിലും അദ്ദേഹം കൃഷിക്കാരനെന്നും കർഷകനെന്നും റബ്ബറെന്നും പറയാത്ത ഒരു ബഡ്ജറ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇരിക്കുന്ന പൊസിഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് പറ്റിട്ട് അഭിപ്രായം പറയാതിരുന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കെ എം ജോർജ് സാർ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നേതാക്കളും ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ അഭിപ്രായം സത്യസന്ധമായി സ്വതന്ത്രമായി പറഞ്ഞിരുന്നു. പ്രതികരണ ശേഷി പാർട്ടിക്ക് നഷ്ടപ്പെട്ടാൽ അത് ഭാവിയിലേക്ക് നേതാക്കൾക്കും പാർട്ടികൾക്കും അണികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പ്രതികരിക്കണമായിരുന്നു എന്നുള്ളതാണ് എന്നെ ഇന്ന് വരെ വിളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രതികരണം സത്യസന്ധമായി ഞാൻ പറഞ്ഞു എന്നുള്ളത്. സമിതിയിൽ ലിമിറ്റഡ് മെമ്പേഴ്സാണ് ഉള്ളൂ. താങ്കളടക്കമുള്ള വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അപ്പോൾ ഈ ഉന്നതാധികാര സമിതിയിലെ ഈ താങ്കൾക്കുണ്ടായ വികാരം ഈ ഉന്നതാധികാര സമിതിയിൽ മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യം ഈ രണ്ടാമതൊന്ന് ഈ കാര്യം ഇങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന നമ്മുടെ പാർട്ടിക്ക് അപമാനകരമായി അല്ലെങ്കിൽ തോമസ് ചാഴിക്കാടിനെ അവഹേളിച്ചതായി, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് തന്നെയാണല്ലോ. റബ്ബർ കർഷകരും കർഷക തൊഴിലാളികളും കർഷകരും എല്ലാം പാർട്ടിയുടെ നിലപാടുകളാണല്ലോ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉന്നതാധികാര സമിതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമല്ല, ചെയർമാനെ ഈ കാര്യത്തിൽ അങ്ങ് ബന്ധപ്പെടുകയുണ്ടായോ? ഇതിന് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് അഭിപ്രായം ഉള്ള ആളുകളാണ് എല്ലാവരും. അവരാരും പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉന്നതാധികാര സമിതി ഉണ്ട്, അതിന് താഴെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, അതിന് താഴെ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ മുതിർന്ന ആളുകളെ വെച്ച് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. ഈ ഒരു കമ്മിറ്റിയും കൂടിയിട്ടില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം കമ്മിറ്റി അടിയന്തരമായി കൂടി ചർച്ച ചെയ്ത് വിലയിരുത്തി പാർട്ടിയുടേതായ അഭിപ്രായം പറയേണ്ടതായിരുന്നു. ചാടികാടനായിട്ട മുറിവാണ് കൃഷിക്കാർക്കും റബ്ബർ കർഷകർക്കും കേരള കോൺഗ്രസിനുണ്ടായ മുറിവാണ്. അത് പാർട്ടി ചെയർമാനുണ്ടായ മുറിവാണ്. അത് കെ എം മാണി സാറിന്റെ ആത്മാവിനുണ്ടായ മുറിവാണ്. അപ്പൊ അത് തിരുത്താതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. എത്ര വൈകിയാണെങ്കിലും പാർട്ടി കമ്മിറ്റി കൂടണം, തിരുത്തണം എന്നാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല മുഴുവൻ പ്രവർത്തകരുടെ അഭിപ്രായം. അവരാരും ഇത് പറയുന്നില്ല. കാരണം തലമുതിർന്ന നേതാക്കൾ ആരും ഇപ്പൊ ഇതിനകത്തില്ല. മാണി സാറിനെ പോലെ ആളുകൾ ജീവിച്ചിരിപ്പില്ല. കെ എൻ ജോർജ് സാറ് മുതല് ചുരുളിഗീരത്തോട് മുതൽ കുടിയിറക്കി നടന്നപ്പോൾ സത്യാഗ്രഹ നാള് കേരളത്തിലെ കർഷക വർഗത്തിന്റെ നെൽ കർഷകരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഇ ജോൺ ജേക്കബ്, മാത്തച്ഛൻ കുരുനാക്കുന്നൽ തുടങ്ങിയ എത്രയോ ആളുകൾ കെ എം മാണി സാറ് വരെ ജീവിച്ചിരുന്നപ്പോൾ കർഷകൻ കൃഷി എന്ന് പറഞ്ഞാൽ ഐക്യ കേരള കോൺഗ്രസിന്റെ സംഭാവനയാണ് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ല തന്നെ. അപ്പൊ മലയോര കർഷകരുടെ വിഷയങ്ങൾ 14 ജില്ലയും ബാധിക്കുന്നതാണ്. റബ്ബർ കർഷകർ മാത്രമല്ല, എല്ലാ വിഭാഗം കർഷകരും. അതുകൊണ്ടാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് കാസർഗോഡ് നിന്ന് റബ്ബർ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജാഥ തുടങ്ങി വിവിധ രൂപതകളിലെ ബിഷപ്പുമാർ സ്വീകരണം കൊടുത്ത് ഇന്നലെ കർദിനാളിന്റെ അവിടെ എത്തി, ഇന്ന് കോതമംഗലത്തെത്തി, നാളെ പാലായിലും കാഞ്ഞിരപ്പള്ളിയും എത്തി, ചങ്ങനാശ്ശേരിയിലെത്തി. അവർ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് പണികളിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു സമയത്ത് റബ്ബർ കർഷകരുടെ വിഷയം പറഞ്ഞാൽ അത് പറയണ്ട എന്ന് പറഞ്ഞാൽ, അത് വിലക്കിയാൽ, അത് നിഷേധിച്ചാൽ, അതിനകത്ത് പ്രതികരണമില്ലാതായി പോയാൽ അത് ബാധിക്കുന്ന വ്യക്തികളെ അല്ല, അത് ബാധിക്കുന്ന കർഷക സമൂഹത്തെയാണ്. പ്രസ്ഥാനങ്ങളെ നയിക്കുന്ന നേതാക്കളെ അത് ബാധിക്കും. അണികൾ മുറിവേറ്റവരായി മാറിയാൽ അവര് ഡീമോറലൈസ്ഡ് ആകും. അവർ ഡീമോറലൈസ്ഡ് ആയാൽ പിന്നെ പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ ആളുണ്ടാകില്ല. അപ്പൊ ഇത് ചെറിയ പാർട്ടിയല്ല. ഒരു അംഗമുള്ള ഒരു മന്ത്രി മാത്രമുള്ള പാർട്ടിയോട് പോലും ഈ 10 അംഗ മുന്നണിയിലെ ഒരു സമീപനം ഈ രീതി വന്നിട്ടില്ല. പ്രത്യേകിച്ച് പാലായിൽ അതുണ്ടായപ്പോൾ അത് കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും ഒരു വേദനയായി മാറിയിട്ടുണ്ട്. അപ്പൊ അത് പറയണമെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട നേതാക്കൾ പറയണം. ഒന്ന് ചെയർമാൻ പറയണം, അല്ലെ പാർട്ടി പറയണം, അല്ലെ ചെയർമാനും പാർട്ടിയും ചോരപ്പെടുത്തുന്ന ആളുകൾ പറയണം. ഇത് ഇതുവരെ ഈ 8-9 ദിവസമായിട്ടുണ്ടായിട്ടില്ല. അതിനൊരു പ്രതികരണം ഗ്രാസ് റൂട്ട് മുതൽ അണികളിൽ വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ടെന്ന്
എനിക്ക് 100% ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ചാനലുകളോട് എൻ്റെ അഭിപ്രായം പറയാൻ തയ്യാറായത്. അതെല്ലാ കാലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കും എതിരെയല്ല, മുഖ്യമന്ത്രിക്കെതിരെയല്ല, UDF-നെതിരെയല്ല. ഇത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന കേരളത്തിന്റെ അതിരൂക്ഷമായ വിഷയങ്ങളിലൊന്നാണ് കാർഷിക മേഖല പ്രശ്നങ്ങൾ. അത് പറയാൻ ഒരു ജനപ്രതിനിധി, ഒരു MP, ഒരു ലോക്സഭാംഗം ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും, അത് പാർട്ടിയെ ബാധിക്കും. ഇതാണ് സത്യം. PM മാത്യു, മറ്റൊരു വിഷയം, ഇപ്പോൾ കാർഷിക മേഖലയിൽ ഊന്നിയുള്ള ഒരു രാഷ്ട്രീയമാണല്ലോ കേരള കോൺഗ്രസിൻ്റെ. 1960 ഈ ഭൂ നിയമ ഭേദഗതി ആയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 2023 അതിൻ്റെ ഭേദഗതി കേരള നിയമസഭയിൽ കൊണ്ടുവന്നു. പക്ഷേ അതിനകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെന്ന് കേരള കോൺഗ്രസ് മനസ്സിലാക്കി എന്നാണ് തോന്നുന്നത്. അത് ഈ ഇടുക്കി ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ജാഥ സംഘടിപ്പിക്കുകയും ചെയർമാൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉപാധിരഹിത സർവ്വസ്വതന്ത്ര ഭൂമി എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഇടതു സർക്കാരിൻ്റെ ഭൂനയത്തിന് ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായമാണ് ജോസ് കെ മാണി പറഞ്ഞത്. മാത്രമല്ല, ഈ തൊട്ടടുത്ത ദിവസം ജോസ് കെ മാണി പറയുണ്ടായി, ചിന്നക്കനാലിൽ ആദിവാസികളും കർഷകരും താമസിക്കുന്ന ഭൂമി, ആ ഭൂമി വനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് വനമായി പ്രഖ്യാപിച്ചത് മരവിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രക്രിയയില്ല, പക്ഷേ മരവിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ മരവിപ്പിക്കലല്ല, അതായത് അത് ഉപേക്ഷിക്കലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം പാടില്ല എന്ന രീതിയിലായിരുന്നു ഈ ജോസ് കെ മാണിയുടെ പ്രസ്താവന. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ചില കാര്യങ്ങളിൽ അസംതൃപ്തനാണ് ജോസ് കെ മാണി. ജോസ് കെ മാണി തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്നു. പക്ഷേ ഈ ചാഴിക്കാടൻ്റെ വിഷയത്തിൽ മാത്രം അദ്ദേഹം നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഉന്നതാധികാര സമിതിയും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇക്കാര്യത്തിലൊക്കെ ഉള്ള നിലപാട് എന്താണ്? ചെയർമാനും വേറിട്ട വഴിക്ക്, അല്ലെങ്കിൽ റോഷി കൃഷ്ണൻ വേറിട്ട വഴിക്ക്, അല്ലെങ്കിൽ ഉന്നതാധികാര സമിതി വേറിട്ട വഴിക്കെന്നുള്ള അങ്ങനെ ഒരു അവിയൽ പരുവത്തിലാണോ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്? അല്ല, അങ്ങനെയില്ലേ. ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതടക്കമുള്ള കാർഷിക മേഖലയിലെ പട്ടയം, വന്യമൃഗങ്ങളുടെ ശല്യം, ഇതുപോലെയുള്ള നിരവധി കാർഷിക മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കൃഷിക്കാരുടെ കാര്യം പറയാൻ ഏറ്റവും അവകാശപ്പെട്ട, അർഹതപ്പെട്ട, പറയാൻ ധാർമ്മിക ഉത്തരവാദിത്തമുള്ള പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതെല്ലാം കാലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഇതിനു വേണ്ടി മാത്രം ഒരു ചർച്ച നടത്തി പറഞ്ഞാൽ പോലല്ലോ പരിഹാരമുണ്ടാകണ്ടേ. പട്ടയത്തിന്റെ കാര്യമായാലും, കൃഷിഭൂമി വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഭൂമിയിൽ അവരെ ഇറക്കിവിടുന്ന കാര്യമായാലും, വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് കൃഷിഭൂമിക്കും കർഷകന്റെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ട കാര്യമായാലും, അതൊക്കെ കുറെ വകുപ്പുകൾ ഇങ്ങനെ മാറിക്കിടന്ന് ചർച്ച ചെയ്ത് പോകേണ്ട വിഷയമല്ല. സമയബന്ധിതമായി അത് ചർച്ച ചെയ്യണമെന്ന് ഉന്നതാധികാര സമിതിയും എല്ലാ വേദികളും കൂടി ചർച്ച ചെയ്ത് ഒരു മെമ്മോറാണ്ടം കൊടുത്തുകൊണ്ട് സമയബന്ധിതമായി നിലപാട് വ്യക്തമാക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാം, മുദ്രാവാക്യം വിളിക്കാം. പക്ഷെ പരിഹാരമാണ് ആവശ്യം. ഇടതുപക്ഷ മുന്നണിയിലെ കക്ഷികൾ ഇന്ന് വ്യത്യസ്തമാണ്. കേരള കോൺഗ്രസ് 39 കൊല്ലം KM മാണി സാറിന്റെ പാർട്ടി UDF-ലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം LDF-ലേക്ക് പോകും. പക്ഷെ വന്നു എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ വന്നത് എന്തിനു വേണ്ടി? വരുമ്പോൾ വെറുതെ ഒരു മന്ത്രിസ്ഥാനത്തിനോ 4-5 MLA സ്ഥാനത്തിനോ അല്ലല്ലോ. ഈ മന്ത്രിമാരെ, MLA-മാരെ, MP-മാരെ, പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ തെരഞ്ഞെടുത്ത് സ്ഥാപിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, അതിന്ന് കേരളത്തിലൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ, പ്രവർത്തകർ നാട് വിട്ടു പോകുന്നു, കർഷകർ വീടും കൃഷിയും ഉപയോഗിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന അവസരം. ആ ഒരു അവസരം ഈ ജാഥ നടക്കുമ്പോൾ ജാഥയുടെ സമാപനത്തിലെങ്കിലും പരാതികൾ മേടിച്ചാൽ പോരാ. ഇത് 1-2 വ്യക്തികളുടെ പരാതിയല്ല, ഒരു പൊതുസമൂഹത്തിന്റെ, കേരള സമൂഹത്തിന്റെ പരാതിയാണ്. അത് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകണം. അല്ലാതെ പാർട്ടി ഈ കാര്യത്തിലൊന്നും രണ്ടഭിപ്രായം ഒരിടത്തുമില്ല. വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലില്ല, കാർഷിക പ്രശ്നങ്ങളിലില്ല. ഒരു കേരള കോൺഗ്രസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വക കാര്യങ്ങളിൽ എന്റെ അഭിപ്രായം കേരള കോൺഗ്രസുകൾ കക്ഷി വ്യത്യാസം കൂടാതെ ഒന്നിച്ചെന്ന് സംസാരിക്കണം. മുന്നണി എന്നുള്ളതല്ല,
അവരെ വളർത്തിയ, അവർ രൂപം കൊടുത്തൊരു പാർട്ടി 60 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ വലിയ നേതാക്കളൊക്കെ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു പോയി കഴിഞ്ഞ് ഇന്ന് നിലനിൽക്കുമ്പോൾ ആ നിലനിൽപ്പ് അപകടത്തിലാകണമെന്നുണ്ടെങ്കിൽ സമയത്ത് പ്രതികരണം ആവശ്യമാണ്, പരിഹാരം ആവശ്യമാണ്. അതിന്റെ ഒരു സൂചന എന്നോണമാണ് ചാഴികാടൻ അവതരിപ്പിച്ച വിഷയം. അതവിടെ നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ അത് ശരിയല്ല എന്ന് പറയേണ്ട ബാധ്യത കേരള കോൺഗ്രസ് കൂട്ടായിട്ടുണ്ട്. അത് പറയണം എന്നാണ് എന്റെ അഭിപ്രായം. PM മാത്യു, അത് നിഷേധപ്പെടുകയല്ല ചെയ്തത്, അത് ഒട്ടും ശരിയായില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ ഒരു അഭിപ്രായം അവിടെ പറയാൻ കഴിയില്ല എന്നും, അല്ലെങ്കിൽ ആ പറയുന്നത് മൈക്ക് ഓഫ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ ആ പ്രസംഗം അവിടെ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടാകുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തീർത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ ആ പ്രസംഗം തന്നെ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യാനായിട്ട് നിർദ്ദേശം വരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്ന് വീണ്ടും വിമർശിക്കുന്നു. അവിടെയാണ് ഒരു അവഹേളനം. അതായത് അതൊരു തീവ്ര സ്വഭാവത്തിലുള്ള, അദ്ദേഹം പറഞ്ഞതിൻ്റെ അത് പരിഹരിക്കുകയോ പരിഹാതിരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഒരു രാഷ്ട്രീയ മാന്യതയുടെയൊക്കെ കാര്യം. പക്ഷേ അദ്ദേഹം പറയാൻ എന്തുദ്ദേശിച്ചോ അത് പറയാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ അദ്ദേഹത്തെ വിലക്കുന്നു. അവിടെയാണ് അപമാനകരമായി നിങ്ങളുടെ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ തോന്നുക. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വലിയ സാഹചര്യം 39 വർഷമായി UDF-നൊപ്പം മാണി സാർ നിൽക്കുന്നു. UDF-ൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലപ്പോഴും മാണി സാറിനോട് ചോദിക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടി ആയാലും AK ആന്റണി ആയാലും കരുണാകരനൊക്കെ ആയാലും ചോദിക്കുന്നത് മാണി സാറിനോട് അഭിപ്രായം ചോദിക്കട്ടെ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ആദരണീയനായ KM മാണി സാറിൻ്റെ മരണത്തിന് ശേഷം മകൻ ആ സ്ഥാനത്തേക്ക് വരുന്നു, ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഒരു ആലോചന മാണി സാറിന് കിട്ടുന്ന ഒരു ബഹുമാനം സ്വന്തം മകനും ആ പാർട്ടിക്കും അതിൻ്റെ പരിഗണന ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ, കാരണം ഒരു 100% ഇഴുകിച്ചേർന്ന ഒരു മുന്നണിയായി ഇതിപ്പോ മാറി എന്ന് എനിക്ക് തോന്നുന്നില്ല. 39 കൊല്ലം കഴിഞ്ഞ് മാണി സാറ് മരിക്കുന്നു. അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു പോയി ജയിച്ച ആളാണ് ചാഴികാടൻ. അപ്പൊ അദ്ദേഹം ഇല്ലാത്ത ഒരു കേരള കോൺഗ്രസ്, അദ്ദേഹം നിന്ന ഒരു മുന്നണിയിൽ അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും കിട്ടിയിരുന്നു. അവിടെ പാർട്ടിക്ക് ദൂഷ്യമുണ്ടാകുന്ന ചില കാര്യങ്ങൾ UDF-ൽ വന്നപ്പോൾ അദ്ദേഹം വളരെ തന്ത്രപൂർവമായി മുന്നോട്ട് വിടുകയല്ല ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ശരി, ഞങ്ങൾ തൽക്കാലം സ്വതന്ത്രമായി മാറി നിൽക്കുന്നു, നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു എന്ന് പറഞ്ഞ് മാറി. പക്ഷേ പെട്ടെന്ന് പ്രതികരണമുണ്ടായി. സോണിയാഗാന്ധി വരെ ഇടപെട്ടു, ഉമ്മൻചാണ്ടി സാറും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ, ബെന്നി ബെഹനാൻ കൺവെൻഷൻ അടക്കം പാലായിൽ ചെന്ന് മാണി സാറിനെ കണ്ട ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മാണി സാറിന്റെ നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടായ ബുദ്ധിമുട്ട് പാർട്ടിക്കുണ്ടായതിന് ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുകയും പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. കാരണം മാണി സാറിന് ആ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, കേരള രാഷ്ട്രീയത്തിൽ ആ ഒരു അർഹത ഉണ്ടായിരുന്നു. പിന്നെ സമയങ്ങളിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോഴുണ്ടായ ബുദ്ധിമുട്ട്, ഈ സംഭവം മാണി സാറിന്റെ പാർട്ടിയുടെ അല്ലെ കേരള കോൺഗ്രസിന്റെ എല്ലാ വിഭാഗം ആളുകളുടെ അണികളുണ്ടായ ബുദ്ധിമുട്ട് അത് തന്നെയാണ്. ചാഴികാടൻ പറയാൻ തുടങ്ങിയ സബ്ജക്റ്റ് അവിടെ വിലക്കപ്പെടുന്നു. 2, അത് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിമർശിക്കപ്പെടുമ്പോൾ സ്റ്റേജിലിരിക്കുന്ന ചെയർമാൻ ജോസ് കെ മാണി MP-യും മന്ത്രി റോഷി അഗസ്റ്റിനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നേതാക്കളും പ്രവർത്തകരും ഇത് വീക്ഷിക്കുന്ന മീറ്റിംഗിലില്ലാത്ത അനേക ലക്ഷം ആളുകളും എല്ലായിടത്തും ഇരുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യാം. അവിടെ അവമാനിക്കപ്പെട്ട സത്യത്തിൽ KM മാണി സാറിന്റെ ആത്മാവാണ്. KM മാണി സാറിന്റെ ആത്മാവ് അവമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ KM മാണി സാറിന് പകരം KM മാണി സാറില്ലാതെ ഈ പാർട്ടിയിലാരും, അദ്ദേഹം മരിച്ചു, പിന്നെ ആരാ നിൽക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു സഭാകമ്പമോ അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പാണ് മുന്നണിയിലേക്ക് ചെന്നത് എന്നുള്ളൊരു മനപ്രയാസമോ, അതെങ്കിൽ സത്യം പറഞ്ഞാൽ എന്ത് വരുമെന്നുള്ളൊരു ഭീതിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പാർട്ടിക്കും സത്യസന്ധമായി സ്വതന്ത്രമായി നിലപാടെടുത്ത് സംസാരിക്കാൻ കഴിയില്ല. ഇതൊരു മുന്നണിയാണ്, കൂട്ടുമുന്നണിയാണ്, ഒരു നയപരിപാടിയാണ്. അതിനകത്ത് പ്രധാന കക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ
കാർഷിക മേഖലയിലെ ആ മേഖലയോടുള്ള നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ആദ്യം ചർച്ച ചെയ്യേണ്ടത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. വേറെ കേരള കോൺഗ്രസ് ഇല്ല. മറ്റു കേരള കോൺഗ്രസുകൾ അപ്പുറത്താണ് BJS. അത് ചർച്ച ചെയ്തില്ല. അത് ചർച്ചകളുടെ അവസരം പാലായിൽ പോലും നിഷേധിക്കപ്പെട്ടാൽ അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാണി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മാണി സാറിൻ്റെ ആത്മാവിന് മുറിവേൽപ്പിച്ച ഒരു മുന്നണിക്കൊപ്പം ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര, അതേക്കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഏത് രാഷ്ട്രീയത്തിൽ ഈ നമ്മൾ പറയുമല്ലോ, സാധാരണ ഈ സ്ഥിരമായ ബന്ധവും സ്ഥിരമായ ശത്രുതയും ഒരു കക്ഷിയുടെ തമ്മിൽ ഇല്ലല്ലോ. ഇപ്പൊ മാണി സാറ് മുഖ്യമന്ത്രി അച്യുതമേനോന്റെ കൂടെ മന്ത്രിസഭയിൽ ഇരുന്ന ആളാണ്. മുഖ്യമന്ത്രി PKയുടെ കൂടെ മന്ത്രിസഭയിൽ ഇരുന്ന ആളാണ്. നയനാരുടെ കൂടെ ഇരുന്ന ആളാണ്. അപ്പം ആ മാണി സാറ് ഈ പറഞ്ഞ AK ആന്റണിയുടെ കൂടെയും K കരുണാകരന്റെ കൂടെയും ഉമ്മൻചാണ്ടിയുടെ കൂടെയും ഒക്കെ ഇരുന്ന ആളാണ്. അങ്ങനെയുള്ള മാണി സാറിനെ സംബന്ധിച്ച് പുള്ളിയുടെ ബലം അദ്ദേഹത്തിന്റെ മാനായ ചെയർമാനോ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇപ്പോഴത്തെ പാർട്ടിക്കോ ഉണ്ടോ എന്ന് ആരെങ്കിലും ഒരു പരീക്ഷണം നടത്തുന്നതാണെങ്കിൽ അത് വലിയ അപകടകരമാണ്. അതിനെക്കുറിച്ച് പാർട്ടി വളരെ ഉൾക്കരുത്തോടുകൂടി സ്വതന്ത്രമായി സത്യസന്ധമായി ചർച്ച ചെയ്യണം. കാരണം 60 കൊല്ലമായി കേരള കോൺഗ്രസ് വളർന്നത് കേരള കോൺഗ്രസ് സഹായം അങ്ങോട്ട് കിട്ടിയോണ്ട് ഇങ്ങോട്ട് കിട്ടിക്കാണും. അല്ലാതെ കേരള കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി തന്നെ ആരും സ്വീകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. പാർട്ടിയുടെ ഉന്നത നേതാക്കളില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിയും അതിന്റെ ലക്ഷക്കണക്കായ അനുഭാവികളും ഇല്ലാതായി പോയി എന്ന് തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് മുന്നണി മാറുമോ മാറിയല്ലോ എന്നുള്ളത്, ആദ്യം മുന്നണി പിന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ആദ്യം പാർട്ടി, രണ്ടാമത് മുന്നണി. അതാണ് സത്യത്തിൽ അതിന്റെ അവധാനതയോടുകൂടി ചിന്തിക്കാൻ ഒന്നാമത്തെ പാർട്ടിക്കും രണ്ടാമത്തെ പാർട്ടിക്കും ഈ മുന്നണി ജയിച്ചതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കൂട്ടായ്മയില്ലെങ്കിൽ മുന്നണിയിൽ തകർച്ച ഉണ്ടാകണം. അത് 67-ൽ 118 പേരുമായി അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭ എങ്ങനെയാണ് 2.5 കൊല്ലം പോയത്? ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടല്ല, വലിയ ഭൂരിപക്ഷമായിരുന്നു. അത് കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ പാർട്ടികൾക്കും നേതാക്കൾക്കും അനുഭവ സമ്പത്തിന് വലിയ ഒരു പാഠമാണ്. അത് മാണി സാറ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പുള്ളി ചെയ്തിട്ടുണ്ട്, പുള്ളി അത് വിജയിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ പരാജയപ്പെട്ട് കാണും. ഇലക്ഷനിൽ MLA-മാരുടെ എണ്ണം കുറഞ്ഞു കാണും, MP-മാരുടെ കുറഞ്ഞു കാണും, മന്ത്രിമാരുടെ കുറഞ്ഞു കാണും. പക്ഷെ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ കൃഷിക്കാർക്ക് വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായി നിലനിൽക്കണമെങ്കിൽ അതിന്റെ പ്രതികരണ ശേഷി കളയാൻ പാടില്ല. ഈ ആത്മവീര്യം ചോർത്തുന്ന നടപടികൾ ഒരു മുന്നണിയിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ ആ മുന്നണിക്കൊപ്പം സഞ്ചരിക്കുക, അത് എത്രമാത്രം പ്രായോഗിക തലത്തിൽ എത്താൻ കഴിയും? മാത്രമല്ല, നിങ്ങൾ 39 വർഷം UDF-നൊപ്പം നിന്നു. അവിടെയെല്ലാം മാണി സാറിനുണ്ടായ ഒരു അപ്രമാദിത്യം, അതായത് മുഖ്യകക്ഷി കോൺഗ്രസ് ആണെങ്കിൽ പോലും ഏതൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയത്തിനുള്ളിൽ യഥാർത്ഥത്തിൽ മാണി സാറിൻ്റെ അഭിപ്രായം വളരെ വിലപ്പെട്ടതായിരുന്നു. ഇവിടെ ഒരു ചെറിയ വിഷയം, റബ്ബർ കർഷകരുമായിട്ട് വലിയ വിഷയങ്ങളൊന്നുമല്ല, ഒരു നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു ജനകീയ വിഷയം, അത് ഒരു വേദിയിൽ അവതരിപ്പിച്ചു എന്ന ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ പരസ്യമായി ചെയർമാനും മന്ത്രിയും ചീഫ് വിപ്പ് ഒക്കെ ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് രൂക്ഷമായ ഭാഷയിൽ എന്ന് വെച്ചാൽ പിണറായിയുടെ ഒരു പ്രത്യേകതരം ഭാഷയുണ്ട്, ആ ഭാഷാപ്രയോഗത്തിലൂടെ അത് വിമർശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ആത്മാഭിമാനം ചോരുന്ന പ്രവൃത്തി ആണെങ്കിൽ എന്തിന് ഈ മുന്നണിക്കൊപ്പം ഇനി സഞ്ചരിക്കണം, ഞങ്ങളെ മാനിക്കാത്ത ഒരു മുന്നണിക്കൊപ്പം സഞ്ചരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ അണികളിൽ അത്തരം ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അല്ല, ആ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, ആ ചിന്ത അണികളിൽ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അത് അടിയന്തരമായി തിരുത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടണം. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവർ അതിന് തയ്യാറാകണം. അല്ലാതെ ഞങ്ങൾ പിടിക്കുന്നിടത്ത് നിൽക്കൂ, നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ നിന്നാൽ മതി എന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ
മാണി സാറ് ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ നേതൃത്വം തയ്യാറാകണം. അത് തുറന്നു പറയണം. അതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടി അടിമയെ പോലെ ഇരിക്കാൻ പറ്റും. എല്ലാ കാലത്തിലും ഏറ്റുമുട്ടൽ വേണ്ട, പക്ഷെ അവിടെ സമന്വയം വേണം. അവിടെ ഓരോ പാർട്ടിയുടെയും ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആ പാർട്ടിയെ സ്നേഹിക്കുന്ന വികാരങ്ങളും അംഗീകരിക്കപ്പെടാതെ പോകാൻ കഴിയില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചത് മുന്നണികളിൽ തകർച്ച ഉണ്ടാകുന്നത്, അധികാരമൊക്കെ താഴേക്ക് പോകുന്നത്. അധികാരമൊന്നും സാധ്യമല്ലല്ലോ. ഈ അധികാരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. കൃഷിക്കാരുടെ പ്രശ്നത്തിൽ നിന്ന് ഒരുപാട് നിയമപരമായ കുരുക്കുകളുണ്ട്, അത് പരിഹരിക്കണം. അതിനകത്ത് ഏറ്റവും കാതലായ നിർദ്ദേശം 1964 മുൻപോട്ട് വെച്ചിട്ടുള്ളത് ജോർജ് സാറിന്റെ കാലം മുതൽ കേരള കോൺഗ്രസ് ആണ്. അത് കാലം കഴിഞ്ഞപ്പോൾ ഏറ്റെടുത്ത് കൊണ്ടുപോയത് കെ.എം. മാണി സാറാണ്. അദ്ദേഹം ഇല്ല എന്ന് കരുതി, വീട്ടിലെ നാതിലില്ലാതെ എന്ന് കരുതി വീട്ടിലുള്ള അങ്ങനെ ആക്രമിക്കുന്നത് സൗകര്യമായി കാണാൻ പാടില്ല. ആർക്കും അവരുടേതായ വിലയും വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് മുന്നണി നിൽക്കട്ടെ, മുന്നണിക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ കർഷകർ മരിച്ചാലും വേണ്ടില്ല, മുന്നണിയാണ് വലുതെന്നൊരു മുദ്രാവാക്യമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിയില്ല. അല്ല, ഈ അപമാനം സഹിച്ച് മുന്നണിയുമായി ഒപ്പം പോകണ്ട എന്ന് തന്നെയാണോ അങ്ങ് ചിന്തിക്കുന്നത്? അല്ല, അത് പാർട്ടി വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് നിസ്സാര കാര്യമല്ല, ചെറിയ കാര്യമാണ്. അങ്ങ് പറയുമ്പോൾ ചെയർമാൻ ഈ കാര്യത്തിൽ സംസാരിച്ചില്ല. അതേസമയം റോഷി പറയുന്നു തോമസ് ചാഴിക്കാടൻ എംപിയുടെ നടപടിയിൽ തെറ്റില്ല. അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞതിലും തെറ്റില്ല. അപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അങ്ങ് പറയുന്ന മറ്റൊരു ഇത്, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യം, ചെയർമാൻ നിശബ്ദത പാലിക്കുന്നു, അങ്ങ് പറയുന്നു മറ്റൊരു കാര്യം. ഞാൻ ചോദിക്കുന്നത് പാർട്ടിക്കുള്ളിൽ 3 അഭിപ്രായമാണോ ഉള്ളത്, അതോ ഏകാഭിപ്രായമാണോ, കെ.എം. മാണി സാർ മുന്നോട്ട് വെച്ച ആ അഭിപ്രായമാണോ ഉള്ളത് എന്നാണ് ഞാൻ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. വികാരപരമായിട്ടുള്ളത് ഒരേ അഭിപ്രായമാണ്. അത് മാണി സാറ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തന്നെയാണ്, അത് പൂർത്തീകരിക്കണം. പക്ഷേ അവിടെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ശേഷം പുള്ളി തിരുത്തിയിട്ടൊന്നുമില്ല. റോഷി അത് പറഞ്ഞെങ്കിൽ ചെറിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ അണികളെയും കേരളത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ്. ആ വലിയ കാര്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ചർച്ച ചെയ്ത് പാർട്ടി ഏകകണ്ഠമായി തീരുമാനമെടുക്കണമെങ്കിൽ കമ്മിറ്റികൾ കൂടണം, ഈ കാര്യം ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇതിനപ്പുറം വീണ്ടും വരും. അപ്പം ഭാവിയിലേക്ക് അപകടം ഉണ്ടായിരിക്കണമെങ്കിൽ ഇത് തിരുത്തപ്പെടണമെന്ന് പറയാൻ ആരുമില്ല. തിരുത്താൻ മുകളിലുള്ള ആളുകൾ തയ്യാറുമല്ലെങ്കിൽ ഇത് പാർട്ടി കമ്മിറ്റികൾ കൂടിയല്ലേ ചർച്ച ചെയ്യുന്നു. കമ്മിറ്റികൾ കൂടുന്നില്ല. കൂടിയാലെല്ലാം അറിയാൻ പറ്റുള്ളൂ. ഒരഭിപ്രായമാണോ 2 അഭിപ്രായമാണോ, ചാഴികാടൻ പറഞ്ഞതാണോ ശരി, മുഖ്യമന്ത്രി പറഞ്ഞതാണോ ശരി. അതിനകത്ത് കേരള കോൺഗ്രസുകാരെ സംബന്ധിച്ച് ചാഴികാടൻ പറഞ്ഞത് തന്നെയാണ് ശരി. അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് റോഷി പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് ചെറിയ കാര്യമാണ്. മുഖ്യമന്ത്രി പിന്നെ പെട്ടതോ ആ വിഷയമൊന്നും ഇല്ലല്ലോ, ഞാൻ പിന്നെ ചാഴികാടനെ കണ്ടല്ലോ. അവിടെ കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അനുഗമിക്കേണ്ട കാര്യം പിന്നീട് റോഷിക്കില്ലല്ലോ. കാരണം ചാഴിക്കാടനെ പറയാൻ, അദ്ദേഹത്തിൻ്റെ നേതാവ് കൂടിയായ ചാഴിക്കാടനെ പറയാൻ സമ്മതിക്കാത്ത ഒരു വേദിയിൽ അദ്ദേഹം പിന്നീട് അതിനെ തന്നെ അനുഗമിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നത് ശരി തന്നെയാണെന്ന് ഉള്ള വസ്തുതയാണല്ലോ ഇതിൻ്റെയൊക്കെ വരുന്നത്. അതിലേക്ക് അദ്ദേഹം ചാഴിക്കാടൻ പറഞ്ഞത് ശരിയാണ്, കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ചാഴിക്കാടനെ തെറ്റു പറഞ്ഞ അല്ലെങ്കിൽ ചാഴിക്കാടനെ വിലക്കിയ ആൾക്കൊപ്പം തന്നെ വീണ്ടും സഞ്ചരിക്കുന്നു. അവിടെയാണ് ഈ ഒരു സംശയം ഉളവാക്കുന്നത്, ചാഴിക്കാടനൊപ്പമാണോ റോഷി എന്നത്. അല്ലാതെ അത് റോഷി മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ചാഴികാടൻ ഒരൊറ്റപ്പെട്ട നേതാവായി നിൽക്കുകയല്ല, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച MP ആയ ആളാണ്. ഇന്നും പാർട്ടിയോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ അവിടെയുമല്ല ഇവിടെയല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞ് ശരിയല്ല. ശരിയപ്പോഴും ഒന്നേ ഉള്ളൂ, ആ ശരിയുടെ ഭാഗത്ത് തന്നെയാണ്. അത് ചാഴികാടൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ റോഷിക്കോ പാർട്ടിക്കോ അപകടം ഉണ്ടാകുന്ന ഒരു കാര്യവും പറഞ്ഞില്ല, ഗുണമുണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞത്. അത് അംഗീകരിക്കപ്പെടണമെന്നുള്ളത് കേരളീയ സമൂഹത്തിന്റെ ഒരു പൊതുവികാരമാണ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകാരുടെ. അതുകൊണ്ട് അതിനകത്ത് ഒരഭിപ്രായത്തിലേക്ക് വന്നേ തീരൂ.
ഈ കാർഷിക മേഖലയിലെ റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ശല്യം, അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പം മുമ്പൊന്നും ഇല്ലാത്ത വിധം കേരളത്തിലെ മലയോര മേഖലയിൽ നിന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയം ആണ് ചാഴിക്കാടൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുദ്രാവാക്യം അതുതന്നെ. മലയോര മേഖലയിലെ കർഷകരുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളുമാണ് നിങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തന്നെ ആധാരം. ആ ഒരു വിഷയത്തിൽ ഈ കേരള കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു വിഷയമാണ്, ചാഴിക്കാടൻ വിഷയം ഉണ്ടാകുന്നു. അതേസമയം ഇതിന് പാർട്ടിക്കുള്ളിൽ വ്യക്തമായ ഒരു ചർച്ച നടക്കാത്തത് എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന് വിലങ്ങുതടി? ചെയർമാനാണോ, റോഷി അഗസ്റ്റിനാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ? അതെയോ സമയമില്ലാത്തതുകൊണ്ടാണോ? ഇപ്പം ചർച്ച നടന്നിട്ടില്ല, നടക്കണം എന്നുള്ളത് കൊണ്ടും ഇത് പരിഹരിക്കപ്പെടണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ മുറിവേൽക്കുമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ സ്വതന്ത്രമായി പ്രതികരിച്ചത്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ കമ്മിറ്റികൾ കൂടണം. ഇപ്പം നവകേരള സദസ്സിന്റെ യാത്രയാണ്, റോഷിയ കൂടെയാണ്, എംപിമാരും ആ കൂടെ പോകുന്നു. അത് ഇപ്പൊ 21-ാം തീയതി കഴിഞ്ഞാൽ ക്രിസ്മസായി, ന്യൂ ഇയറായി. അത് വേണമെങ്കിൽ താൽക്കാലികമായി പറയാം. പക്ഷെ അടിയന്തരമായി കമ്മിറ്റി കൂടി പാലായിൽ തുടങ്ങി വെച്ച ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സമഗ്രമായൊരു ചർച്ച നടക്കണം. ചർച്ച നടക്കുമ്പോൾ എല്ലാവരും പറയണമാണ് അഭിപ്രായം. അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞാൽ ശരിയെങ്കിൽ പാർട്ടി പറയട്ടെ. ആ പറയുന്നത് ഉൾക്കൊള്ളാൻ കേരളത്തിലെ കർഷകരും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളും കേരള കോൺഗ്രസിന്റെ അണികളും സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കുമില്ലെന്നറിയാമല്ലോ. അപ്പം നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം തേടാതെ, അവരിലേക്ക് പോകാതെ, അവരെ സംബന്ധിച്ച് അവരെ സംരക്ഷിച്ചൊരു പാർട്ടി, അവരെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിൽ കേരളത്തിന്റെ സാർവത്രിക കാർഷിക മേഖലയും തകർച്ചയിലേക്ക് പോകുമ്പോൾ പാർട്ടി ഒരു ക്യാമ്പ് കൂടി 2-3 ദിവസം ചർച്ച ചെയ്ത് അടുത്തിട്ട് വരെ ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണേണ്ട ഒരു വിഷയമാണത്. അതിന് നേതൃത്വം കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം കൊണ്ട് നടക്കുന്നെങ്കിൽ നല്ല കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാനോ MLA MP മന്ത്രിയാകാനല്ലേ ഞാനൊന്നും പറയുന്നത്. പക്ഷെ ഏത് പ്രസ്ഥാനത്തിലൂടെ വളർന്നോ, ഏത് പ്രസ്ഥാനത്തിന് ഒരുപാട് രക്തസാക്ഷികൾ കർഷകർ ഉണ്ടായോ, അവരുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കേണ്ട മണ്ണിൽ നിന്ന് കർഷകൻ ഒളിച്ചോടേണ്ട സ്ഥിതി വരുമ്പം ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ ആശയത്തിലേക്ക് വരാൻ തന്നെയാണ് ഈ പ്രതികരണം നടത്തിയത്. അതിലേക്ക് വരാൻ നിർബന്ധിതമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മാണിസാറില്ലാത്ത കേരള കോൺഗ്രസ് മുന്നണികൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന ഒരു തോന്നലുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികളുണ്ട്, പാർലമെൻറ്റ് അംഗമുണ്ട്, MLA മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മാണിസാറില്ലാത്ത കേരള കോൺഗ്രസിനെ മുന്നണികൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ കേരള കോൺഗ്രസിൻ്റെ അണികൾക്കും പ്രവർത്തകർക്കുമുണ്ടോ? അത് വളരെ നന്നായിട്ടുണ്ട്. മാണിസാറിന് പകരം മാണിസാറില്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതൊരു സൗകര്യമായി ആരെങ്കിലും കരുതുന്നെങ്കിൽ മാണിസാറിന്റെ ആത്മാവിന്റെ ശക്തി ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും അദ്ദേഹത്തിന് വേണ്ടി ഇരട്ടി വാശിയോട് പ്രതികരിക്കാൻ കഴിയും. ആ പ്രതികരണത്തിന് ഫലം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഏത് പാർട്ടിയായാലും. ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവ് എന്നും അവഹേളനം സഹിച്ച് മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതിനൊരു ബദൽ സംവിധാനം എന്താണ്? അങ്ങയുടെ മനോമുഖരത്തിൽ ഉരുത്തിരിയുന്ന ഒരു ആശയം എന്താണ്? ഇത്തരത്തിലൊരു MBA അവഹേളിക്കപ്പെട്ട മുന്നണിയുമായി തുടർന്ന് എങ്ങനെ പോകണം? മുന്നണി മാറണോ വേണ്ടിയോ എന്നുള്ളതല്ല വിഷയം. മുന്നണി ഏതാണെങ്കിലും ഈ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അവരുടെ നിലനിൽപ്പ് അപകടത്തിലായിക്കൊണ്ട് എങ്ങനെയും നിൽക്കാൻ പറ്റും. അത് പരിഹരിക്കണം എന്നുള്ള പറയുമ്പോൾ നിർദ്ദേശം വീണ്ടും അവഗണിക്കപ്പെട്ട ആ പാർട്ടിക്ക് കൂട്ടായി ചർച്ച ചെയ്ത് എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇത് ഭരണഘടനാപരമല്ലല്ലോ ഈ മുന്നണിയൊന്നും. മുന്നണി ഒരു കക്ഷിക്ക് തന്നെ ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് 8-10 കക്ഷികൾ ഇടതുപക്ഷ മുന്നണിയിലുണ്ട്, 8ഓളം കക്ഷികൾ UDF-ലുണ്ട്. അതെല്ലാം ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പരസ്പരം അംഗീകാരം കൊടുത്തില്ലെങ്കിൽ അവിടെ അതിൻ്റെതായ പാളിച്ച ഉണ്ടാകും. അപ്പൊ മുന്നണി മാറേണ്ടി വരുമോ, അവിടെ സ്വീകരിക്കുമോ, അവിടെ അപകടം ഉണ്ടാവും, ഇങ്ങനെയൊന്ന് ചിന്തിച്ചുകൊണ്ട് തപ്പിക്കൊണ്ട് വീശാൻ പറ്റിയത്. ഈ അവസാനമായിട്ട് ഈ
ഫേസ് ടു ഫേസ് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും കേരളത്തിലെ കേരള കോൺഗ്രസ് പ്രവർത്തകരോടും അങ്ങേക്ക് പറയുവാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഐക്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി പല ഔദ്യോഗിക സ്ഥാനങ്ങളിൽ സംസ്ഥാനം വരെ വഹിച്ച ഒരാളാണ് ഞാൻ. കേരള കോൺഗ്രസിന്റെ യോജിപ്പിൽ 84-ൽ 2.5 വയസ്സുള്ള എന്റെ മകൾ ആനയിൽ മുതൽ നറുക്കിട്ടെടുത്താണ് കേരള കോൺഗ്രസ് മാണി ജോസഫ് ലയിച്ചത്. അതുപോലെ തന്നെ ആ ലയിച്ച അന്ന് ഞാൻ UDFന്റെ ജില്ലാ ചെയർമാനും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായി. മാണി സാറിന്റെ 3 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ ഞാനും TN ജേക്കബ് CF ഒന്നിച്ചുണ്ടായിരുന്നവരാണ്. ജേക്കബ് മരിച്ചു, CF മരിച്ചു. തോമസ് പുരവട്ടായിരുന്നു വൈസ് ചെയർമാൻ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ പാർട്ടിയിലില്ല, അദ്ദേഹം വിശ്രമത്തിലാണ്. അന്ന് ട്രഷററായിരുന്ന ജോർജ് തമ്പിച്ചായൻ പത്തനാപുരം MLA അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇന്നത്തെ സ്ഥിതിയിൽ കേരള കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളും അത് കഴിഞ്ഞ് വന്ന ആദ്യത്തെ 26 ജയിച്ച MLAമാരും പിന്നെ പി ജോസഫിനോടൊപ്പം ജോർസാറിനോടൊപ്പം മാനസാറിനോടൊപ്പം 70 ജയിച്ച 13 MLAമാരും അതിൽ PJ ഒഴികെ ആരും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേരള കോൺഗ്രസുകൾ എന്ന് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. കേരള കോൺഗ്രസുകൾ അവിടെയോ എവിടെയോ ആണെങ്കിലും ഈ പറഞ്ഞ കർഷകരുടെയും സംസ്ഥാനത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരാശയത്തിന്റെ പേരിൽ ഒരു കൊടക്കീഴിൽ വന്നുകൊണ്ട് ശക്തി ആർജിക്കാനും, ഒന്നിച്ചാൽ ശക്തിയുണ്ട്, ഭിന്നിച്ചാൽ ബലഹീനതയാണ്, വന്നുകൊണ്ട് പാർട്ടികൾ 64 മുതൽ ഈ പാർട്ടി ഒന്നായ കാലം മുതൽ KM ജോർജ് സ്ഥാപക ചെയർമാനും ബാലകൃഷ്ണപിള്ളയും മാത്തച്ചൻ കുരുനാക്കുന്നലും ജനറൽ സെക്രട്ടറിമാരും ഒക്കെയായി നിന്ന കാലം മുതൽ പറഞ്ഞ കർഷക താല്പര്യത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് വരാൻ എല്ലാ സൗന്ദര്യപ്പിണക്കങ്ങളും വ്യക്തി താല്പര്യങ്ങളും മാറ്റിവെച്ച കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ ഒന്നായി തീർന്നുകൊണ്ട് നിൽക്കണം. മുന്നണിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത് തീരുമാനിക്കാം. അതിലൊരു വലിയ ജനകീയ സമ്മർദ്ദം അണികളിൽ നിന്ന്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അണികളിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് എല്ലാ കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ നേതാക്കളോടും എന്റെ ജീവിച്ചിരിക്കുന്ന സഹപ്രവർത്തകരോടും പ്രയാസം അനുഭവിക്കുന്ന അണികളോടും അഭ്യർത്ഥിക്കണം. ഒരു കാര്യം കൂടി, ഈ താങ്കൾ ഈ മുന്നണിയുമായുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സഹവർത്തിത്വം എത്ര ശതമാനം മാർക്കിടുന്നു? UDFന്റെ കഴിഞ്ഞകാല UDFനൊപ്പം നിൽക്കുമ്പോഴും ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ താങ്കൾ ആദ്യകാല സമിതി അംഗമാണ്. ഈ മുന്നണിയിൽ 2 മുന്നണികൾക്കൊപ്പം അങ്ങുണ്ടല്ലോ. അപ്പോൾ താങ്കൾ എത്ര മാർക്കിടും ഈ മുന്നണി സൗഹൃദം? ഒരു ചെല്ലുണ്ടല്ലോ, എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലെന്നോ. ഈ പാർട്ടി യോജിച്ചൊരു അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം എത്ര മാർക്ക് കഴിഞ്ഞ UDF മുന്നണിയിൽ നിന്നപ്പോൾ ഇടണം, ഇപ്പൊ ഈ 3-3.5 കൊല്ലം കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇടണം എന്നുള്ളത് ഞാനിപ്പം ഗാലപ്പോളിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നില്ല. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആ ശതമാനത്തിന്റെ അഭിപ്രായമുണ്ട്. അത് പറയേണ്ട സമയമായ ഞാൻ ഉറപ്പായിട്ടും. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം മുൻ MLAയുമായ PM മാത്യു ആണ്. വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റുകൾ. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ.
75% വരെ വിലക്കുറവ്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.